മുനമ്പത്തെ വഖഫ് ഭൂമി അല്ലെന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ പുറത്ത്. സിദ്ദിഖ് സേഠ് ഫറൂഖ് കോളേജിന് നൽകിയത് കൃത്രിമ രേഖകൾ ചമച്ച് സ്വന്തമാക്കിയ ഭൂമി ഇടപാടുകളിലെ വ്യാപക ക്രമക്കേട് തെളിയിക്കുന്ന രേഖകൾ ജനം ടിവിക്ക്. കൃത്രിമ രേഖകളിലെ ഭൂമിയാണ് സിദ്ദിഖ് സേഠ് വിൽപ്പന നടത്തിയതെന്നും കൂടുതൽ രേഖകൾ പുറത്തുവിടുമെന്നും അബ്ദുൾ സത്താർ ഹാജി മൂസയുടെ കൊച്ചുമകൾ ഷംസാദ് ഹുസൈൻ സേഠ് പറഞ്ഞു. സിദ്ദിഖ് സേഠ് ഗവൺമെന്റിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വഖഫ് ആധാരം ചെയ്തത്. ഫാറൂഖ് കോളേജിന്റെ കയ്യിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് സേഠിന് ഗവൺമെന്റിൽ നിന്ന് രക്ഷ നേടാം. പക്ഷെ ഇതെല്ലാം ഈ പാട്ടച്ചീട്ട് ആണ് വഖഫ് ചെയ്തത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ശരീഅത്ത് പ്രകാരം അത് നിയമവിരുദ്ധമാണ്. അബ്ദുൾ സത്താർ ഹാജി മൂസയ്ക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടച്ചീട്ട് നൽകിയ 404 ഏക്കർ ഭൂമി ബന്ധുവല്ലാത്ത സിദ്ദിഖ് സേഠിന്റെ കൈവശമെത്തിയത് നിരവധി ക്രമക്കേടുകളിലൂടെയും പല രേഖകളും മറച്ചുവെച്ചും പലരെയും തെറ്റിദ്ധരിപ്പിച്ചുമാണെന്നാണ് വ്യക്തമാകുന്നത്. ഇതോടെ സിദ്ദിഖ് സേഠിന്റെ സ്വന്തം ഭൂമി വഖഫായി കൈമാറിയെന്ന വഖഫ് ബോർഡ് വാദമാണ് പൊളിയുന്നത്. ഷംസാദ് ഹുസൈൻ സേഠിന്റെ അച്ഛൻ മുഹമ്മദ് ഹുസൈനിന്റെ സഹോദരൻ മുഹമ്മദ് കാസം സുഹൃത്തായ സിദ്ദിഖ് സേഠിനെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ച ഭൂമിയാണ് കാസമിന്റെ ഭാര്യ ജുംബുബായിൽ നിന്ന് കൈവശപ്പെടുത്തിയത്. എന്നാൽ ആമിനി എന്ന ബന്ധുവിന് കൂടി അവകാശപ്പെട്ട ഭൂമി അവരെ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കിയാണ് സിദ്ദിഖ് സേഠ് സ്വന്തമാക്കിയതെന്ന് ഷംസാദ് ആരോപിച്ചു. ഈ പാട്ടച്ചീട്ട് എന്ന് പറഞ്ഞ അബ്ദുൾ സത്താർ ഹാജി മൂസയുടെ പാട്ടച്ചീട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുക, പുറത്തു കൊണ്ടുവരാതെ. അത് ഒരു ഓഫീസിൽ തന്നെയുണ്ട്. അത് ഞാൻ രാമേന്ദ്രൻ സാറിനോട് വെളിപ്പെടുത്തുന്നതാണ്. പട്ടയ നമ്പറുകൾ ഒഴിവാക്കിയും ഉന്നാധാര പട്ടയം ഉൾപ്പെടുത്താതെയുമാണ് ആധാരങ്ങൾ രജിസ്റ്റർ. മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയല്ലെന്ന തീരദേശ ജനതയുടെ വാദത്തിന് ശക്തി പകരുന്നതാണ് പുറത്തുവന്ന രേഖകൾ. ജനം, കൊച്ചി.